വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് വെൽക്കം ടു മൈ ഫാമിലി. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഷുഗർ കട്ടിനെ പറ്റാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഷുഗർ കട്ട് ചെയ്തത്, എങ്ങനെയാണ് കൺട്രോൾ ചെയ്തത്, അപ്പോൾ നിങ്ങൾക്കും എങ്ങനെ ഷുഗർ കൺട്രോൾ ചെയ്ത് വെയിറ്റ് ലോസ് ചെയ്യാം എന്നൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോസിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കര ഷുഗറിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. എന്തെങ്കിലും സന്തോഷം വരിക, വിഷമം വരിക, ആ ഒരു ടൈമിൽ എനിക്ക് ഷുഗർ കഴിച്ചാൽ ഭയങ്കര ആശ്വാസമാണ് കിട്ടുന്നത്. ഭയങ്കര അത്രമാത്രം ഞാൻ ഷുഗറിന് അഡിക്റ്റ് ആയിട്ടുള്ള ആളായിരുന്നു. ആ അഡിക്ഷനിൽ നിന്നാണ് ഞാൻ അത് ഷുഗർ ഫുൾ കട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇപ്പം എനിക്ക് ഓഫീസിലൊക്കെ ടൈമിൽ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് കഴിയുമല്ലോ. ലഞ്ച് കഴിച്ച് കഴിയുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും മധുരം കൊണ്ടുവരും. അപ്പോൾ അവിടെ ഞാൻ എടുത്ത് കഴിക്കും. പിന്നെ നമ്മൾ ഈ ഒരു സാറ്റർഡേയ്സ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു ടൈമിൽ നമ്മൾ ഉച്ചയ്ക്ക് നല്ല ഫുഡ് അടി കഴിക്കും. ആ എല്ലാ സാറ്റർഡേയ്സിലും ആരെങ്കിലുമൊക്കെ ട്രീറ്റ് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഉച്ചയ്ക്ക് നല്ല ഫുഡ് അടി കഴിക്കും. ഒന്നല്ലെങ്കിൽ ബിരിയാണി അല്ലെങ്കിൽ മന്തി, ഈ ഒരു ഫുഡ് ആയിരിക്കും കേട്ടോ. ചോറും കറിയൊന്നും നമ്മൾ യൂഷ്വലി എല്ലാ ഡേയ്സും കഴിക്കുന്നത് കൊണ്ട് ട്രീറ്റ് ഉള്ള ഡേയ്സിൽ ഇങ്ങനത്തെ ഫുഡ്, ബിരിയാണി, മന്തി അങ്ങനത്തെ ഫുഡൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. അത് കഴിച്ച് കഴിഞ്ഞിട്ടാണ് മെയിൻ ഐസ്ക്രീം കഴിക്കുക അല്ലെങ്കിൽ ചോക്ലേറ്റ് കഴിക്കുക. പിന്നെ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് എനിക്ക് പീരീഡ്സ് വരുന്ന സമയം. പീരീഡ്സ് വരുന്ന നമുക്ക് മൂഡ് സ്വിങ്സിൻ്റെ അങ്ങേയറ്റം ടൈമാണല്ലോ. ആ ഒരു ടൈമിൽ ഏറ്റവും ഞാൻ അഡിക്റ്റ് ആയെന്ന് പറഞ്ഞാൽ ഡയറി മിൽക്ക്. ഒരു 4 നേരവും ഞാൻ ഡയറി മിൽക്ക് കഴിക്കും. സ്റ്റമക്ക് പെയിൻ ഒക്കെ വരും, നന്നായിട്ട് സ്റ്റമക്ക് പെയിൻ വരും. ആ ഒരു ടൈമിൽ നേരെ പോയി ഒരു ഡയറി മിൽക്ക് കഴിക്കാം. ആ ഒരു ടൈമിൽ ഡയറി മിൽക്ക് കഴിക്കുമ്പോൾ പഠിച്ചവരെ എന്തൊരു ആശ്വാസം എന്നല്ലേ. ആ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് കഴിയുമ്പം എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അത് ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ നല്ല മുഖമൊക്കെ നല്ല ഫാറ്റായി വണ്ണൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ഇരിക്കുന്ന ടൈമാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഒരു ദിവസം ഞാൻ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഡ്രസ്സ് എനിക്ക് അത്ര ഷേപ്പിലിരിക്കുന്നില്ല. അതായത് ഫ്രണ്ട് കൊണ്ടും കയറുന്നില്ല, വയറ് നന്നായിട്ട് ബെല്ലി ഫാറ്റൊക്കെ കൂടി ഒരു ഷേപ്പില്ല. അത് കഴിഞ്ഞിട്ട് ഞാനൊരു മെറ്റീരിയൽ തയ്ക്കാൻ പോയി. അങ്ങനെ മെറ്റീരിയൽ തയ്ച്ച് കഴിഞ്ഞപ്പം ആ ഒരു ഡ്രസ്സ് ഇട്ടപ്പോഴും നമ്മുടെ ആ നേരത്തെ ഒരു ഷേപ്പ് ഉണ്ടായിരുന്നില്ല ബോഡിക്ക്, ആ ഒരു ഷേപ്പ് പോയി. അപ്പം മുഖവും വണ്ണം വെച്ചു, ഇവിടെ എല്ലാം വണ്ണം വെച്ചു, ഒരു രസവും ഇല്ല, ഷേപ്പില്ല ഡ്രസ്സിന്. അപ്പം എനിക്ക് അങ്ങനെ ഭയങ്കര വിഷമമായി. ഞാൻ ഏത് ഡ്രസ്സ് ഇട്ടാലും ഒരു ഷേപ്പില്ല, എന്നെ കാണാൻ ഒരു ഭംഗിയില്ല, മുഖമൊക്കെ ഇങ്ങനെ വടിച്ചിരിക്കും, ഇവിടെ ഡബിൾ ചിൻ വന്നു, മുഖമൊക്കെ ഭയങ്കര ഫാറ്റായി, കണ്ണുണ്ടെന്നോ അറിയത്തില്ല, കണ്ണൊക്കെ കൊഴിഞ്ഞു. കാരണം ഇവിടെയൊക്കെ മുഖമൊക്കെ ഭയങ്കര കവിളൊക്കെ ഇങ്ങനെ തുടുത്തു വല്ല ഫാറ്റായിട്ടിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യണം ഇനി, അങ്ങനെ ഈ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ശരിയാവത്തില്ല എന്ന് എനിക്കങ്ങ് തീരുമാനിച്ചു. എനിക്ക് എന്തെങ്കിലും ചെയ്ത് ഡയറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഷുഗർ കട്ട് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക, എങ്ങനെയാലും എനിക്ക് ഇതാവുക, അതായത് വെയിറ്റ് ലോസ് ചെയ്യണം എന്നുള്ള ഡിസിഷനിലേക്ക് എത്തി കേട്ടോ. ആ ഡിസിഷനിലാണ് പിന്നെ അങ്ങോട്ടുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ എന്നെ കുറേ പേര് കളിയാക്കിയിട്ടുണ്ട് കേട്ടോ. വണ്ണം വെച്ചിരുന്ന ടൈമിൽ എൻ്റെ ഫാമിലിയിലൊക്കെ ആണെങ്കിലും ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഭയങ്കര വണ്ണം വെച്ചു, നീ ഇങ്ങനെ ഫുഡ് അടിക്കരുത്, ഇങ്ങനെ കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എൻ്റെ പൈസ ഞാൻ ഫുഡ് അടിക്കുന്നു, അതിന് നിനക്ക് എന്താ? ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് ആ ഒരു അഡിക്ഷനിൽ നിന്ന് മാറാനേ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അവരുടെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് സ്വന്തമായിട്ട് ആ ഒരു ടൈമിൽ തോന്നിയിട്ടില്ല. ഈ ഡ്രസ്സിൻ്റെ ഒരു ഇഷ്യൂ, ഷേപ്പ് വരുന്നില്ല, ആ ഒരു ടൈമിലാണ് എനിക്ക് സ്വന്തമായിട്ടൊരു തോന്നലുണ്ടായിരുന്നത് ഈ കുറയ്ക്കണം എന്നുള്ളത്. അപ്പം നിങ്ങൾക്കാണെങ്കിലും ആരൊക്കെ നിങ്ങളെ കളിയാക്കിയാലും നമ്മളത് മൈൻഡ് ആക്കരുത്. നമുക്ക് എന്താണോ സ്വന്തമായിട്ട് തോന്നുന്നത്, അതായത് നമുക്ക് ഈ ഒരു വെയിറ്റ് ലോസ് ചെയ്യണം എന്ന് നമുക്ക് സ്വന്തമായിട്ട് എന്താണോ തോന്നുന്നത്, ആ ഒരു ടൈമിൽ നിങ്ങൾ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. കാരണം ആരെന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മൈൻഡ് ചെയ്ത് വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, അല്ല നമുക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്. നമുക്കൊരു തോന്നലുണ്ടായി നമ്മൾ ചെയ്യുമ്പോഴാണ് അതിനൊരു ഫാസ്റ്റ് റിസൾട്ട് കിട്ടുന്നത് കേട്ടോ. അങ്ങനെയാണ് എനിക്കും നല്ലൊരു റിസൾട്ട്. അതായത് 4 months കൊണ്ട് ഞാൻ അറൗണ്ട് 17 kg വെയിറ്റാണ് കുറച്ചത്, 17 kg. അപ്പം നിങ്ങളും വർക്കൗട്ട് ചെയ്തു, ഡയറ്റ് എടുത്തു, പക്ഷെ ഷുഗർ കട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടത്തില്ല. കാരണം ഈ ഒരു ഷുഗർ കട്ടിലാണ് നമുക്ക് മേജർ ആൻഡ് ഫാസ്റ്റ് റിസൾട്ട് കിട്ടുക. ഒരു ഷുഗർ കട്ട് ചെയ്താൽ ഒരു 2 to 3 weeksനുള്ളിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ഡിഫറൻസ് ബോഡിയിൽ വരും. അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് നമ്മൾ ഇത്രയും നാളും ചെയ്തു വന്ന ഒരു റുട്ടീൻ, അതായത് ഷുഗർ ഇങ്ങനെ നമ്മൾ ചോക്ലേറ്റ് ഒക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന പെട്ടെന്ന് അങ്ങ് നിർത്തുവാണെങ്കിൽ നമുക്ക് ഒരു ടെൻഡൻസി ഇല്ലേ, നമുക്ക് ഭയങ്കര വിഷമവും ഡിപ്രഷനും സങ്കടമൊക്കെ വരും. നമ്മൾ പെട്ടെന്ന് ഷുഗർ കട്ട് ചെയ്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സാധനം
അത് ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ ടീ ടീ എന്ന് പറയുന്ന സാധനം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിലൂടെ ഒരു ടീ മസ്റ്റാണ്. അപ്പം അമ്മ പണ്ട് തന്നുന്ന സമയത്ത് അമ്മ എനിക്ക് ഇത്തിരി ഷുഗർ കുറച്ചിട്ട് തരുമായിരുന്നു. അപ്പോൾ ഷുഗർ കുറച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ പറ്ററി അമ്മ എന്താണ് ഇങ്ങനെ ഷുഗർ കുറച്ചിട്ട് തരുന്നത്, എനിക്കെന്നാൽ ടീ വേണ്ട. അപ്പോൾ അമ്മ എനിക്ക് ഡബിൾ, അതായത് ചെറിയ മധുരമൊന്നും അല്ല, നല്ല രീതിയിൽ ഡബിൾ ഡോസ് ഷുഗർ ഇട്ടാലേ ഞാൻ കുടിക്കത്തുള്ളൂ. അമ്മ പറയും അമ്മയ്ക്കിപ്പോൾ എന്താ, ഞാൻ ഷുഗർ കഴിക്കുന്നതിന് ഇപ്പോൾ എന്താ കുഴപ്പം, എനിക്കിപ്പോഴല്ലേ കഴിക്കാൻ പറ്റത്തുള്ളൂ, എനിക്ക് ഷുഗർ കഴിച്ചേ പറ്റത്തുള്ളൂ, അതായത് ഈ ഒരു ഡബിൾ ഡോസ് ഉള്ള ഷുഗർ ഇട്ട് ചായ കുടിച്ചാലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ചായ വേണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞ ടൈമുണ്ട്. അപ്പോഴൊന്നും എൻ്റെ മൈൻഡിലില്ല. കാരണം അമ്മ പറയുമ്പോൾ അത് അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഷുഗർ കുറയ്ക്കുന്നത് എനിക്കത് പറ്റുന്നില്ല. കാരണം എനിക്ക് ഷുഗർ വേണം, ഷുഗർ ഇട്ട് ടീ കുടിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പം അമ്മ പറയും വേണ്ട വേണമെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കത്തില്ല, എനിക്ക് വേണം വേണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഷുഗർ ഇട്ടിട്ട് ഞാൻ കുടിച്ചോണ്ടിരുന്നത്. അപ്പം എനിക്ക് സ്വന്തമായിട്ടൊരു ബോധം വന്നല്ലോ, അതായത് ഷുഗർ കട്ട് ചെയ്യണം എന്നുള്ള ടൈം വന്നു. അപ്പം ചായ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നിർബന്ധമായിരുന്നു. അതങ്ങ് ഫസ്റ്റിലെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അതായത് ഞാൻ പെട്ടെന്ന് ഡിസിഷനായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുവാണ് ഞാൻ നാളെ തൊട്ട് ഷുഗർ കട്ട് ചെയ്യണം, വെയിറ്റ് ലോസ് ചെയ്യണം എന്നങ്ങ് സ്റ്റാർട്ട് ചെയ്ത് ഡിസിഷൻ എടുക്കുന്ന ടൈം അത് ഇന്ന് ഞാൻ തീരുമാനിക്കുവാണെങ്കിൽ നാളെ തൊട്ട് ഞാൻ അങ്ങ് കട്ട് ചെയ്തു. പെട്ടെന്നൊന്നും നോക്കിയില്ല, ചായ അങ്ങ് കട്ട് ചെയ്തു, ഷുഗർ കട്ട് ചെയ്തു, ചോക്ലേറ്റ്, ഐസ്ക്രീം എല്ലാ സാധനവും അങ്ങ് ഇമ്മീഡിയറ്റ്ലി കട്ട് ചെയ്തു ഞാൻ. അത് നമ്മുടെ ഒരു ഡിസിഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ പറ്റില്ല. ചിലർക്കൊക്കെ അതായത് പെട്ടെന്ന് ഈ ഒരു നൃത്തത്തിൽ നിന്ന്, അതായത് കണ്ടിന്യൂഷൻ ചെയ്തൊരു ഷുഗറിൽ നിന്ന് പെട്ടെന്ന് നാളെ തൊട്ട് ഷുഗർ കട്ട് ചെയ്യാൻ പറ്റില്ലായിരിക്കാം. അതായത് എല്ലാവർക്കും ഒരേപോലെ അല്ല. അപ്പോൾ എനിക്ക് അത്രമാത്രം ആഗ്രഹം ഉണ്ടായിരുന്നു, അതായത് എന്നെ ഇനി എനിക്ക് ഇങ്ങനെ കാണണ്ട, അതായത് ഈ ഒരു വണ്ണം വെച്ച് ഈ ഒരു ഷേപ്പിൽ എനിക്ക് ഇനി അങ്ങനെ എന്നെ കാണണ്ട, അതായത് എനിക്ക് ഒരു ഷേപ്പ് ആവണം, ഒരു നല്ല ഇതാവണം എന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു. അപ്പം ഞാൻ പെട്ടെന്ന് അങ്ങ് ഷുഗർ കട്ട് ചെയ്തു. അതായത് നെക്സ്റ്റ് ഡേ തൊട്ട് പിന്നെ എനിക്ക് ടീ ഇല്ല. പിന്നെ പാൽ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, പാലിൻ്റെ ഒരു സ്മെല്ലടിക്കുമ്പം തന്നെ എനിക്ക് അങ്ങനെ ഓക്കാനൊക്കെ വരും. പക്ഷെ ആ ഒരു സാധനം ടീ ആയിട്ട് കുടിക്കുമ്പോൾ എനിക്കിഷ്ടമായിരുന്നു. അപ്പോൾ ആ നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ ടീ കട്ട് ചെയ്തു. പിന്നെ ഈ ഒരു ചോക്ലേറ്റ്, ഐസ്ക്രീം അതൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഡൻസി. ചില സമയം എനിക്ക് ചോക്ലേറ്റ് ഇങ്ങനത്തെ പീരിയഡ്സ് ടൈമിലൊക്കെ ഈ ഡയറി മിൽക്ക് കിട്ടാതിരിക്കുന്നത്, നമ്മൾ ഡയറി മിൽക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ് ഈ പീരിയഡ്സ് ടൈമേ. ആ ഒരു ടൈമിൽ സ്റ്റൊമക്ക് പെയിൻ ഒക്കെ വരുമ്പോൾ നമുക്ക് ആ ഡയറി മിൽക്ക് വേണം 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 എന്നിങ്ങനെ ബ്രെയിൻ സിഗ്നൽ തരുവാണ്. അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം നമ്മൾ നെക്സ്റ്റ് വേണം എന്നുണ്ടപ്പോൾ നമുക്ക് ബ്രെയിൻ സിഗ്നൽ തരും, അതായത് കഴിക്കുന്നു. പക്ഷെ നമ്മൾ അതിൽ കൺട്രോൾ ചെയ്യണം. അങ്ങനെ ഞാൻ ആ ടൈമിൽ ഈ ഒരു ചോക്ലേറ്റ് കട്ട് ചെയ്തിട്ട് ചിലപ്പോൾ 1-2 ഡേറ്റ്സ്, നമ്മൾ അധികം ഡേറ്റ്സ് ആയിരിക്കും, ഞാൻ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പം അധികം ഡേറ്റ്സ് ഒന്നും കഴിക്കരുത്, 1-2 ഒക്കെ മാക്സിമം നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ നമുക്ക് ഷുഗർ കട്ട് ചെയ്ത് ഇപ്പോൾ അവലൊക്കെ മേടിച്ചില്ലേ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതിനൊക്കെ പകരം ഞാൻ റോബസ്റ്റ പഴവും തേങ്ങ ഒക്കെ അതിൻ്റെ ഇത് റെസിപ്പി ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ, അത് കണ്ടു നോക്കണേ, അതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സാധനമൊക്കെ ആക്കി അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തു. ഈ ഒരു പീരീഡ്സിൻ്റെ ടൈമിൽ ചോക്ലേറ്റ്, ഡയറി മിൽക്ക് കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ അത് കട്ട് ചെയ്തു. അതിന് പകരം 1-2 ഡേറ്റ്സ് ഒക്കെ അത്രയ്ക്ക് എനിക്ക് പറ്റുന്നില്ല എന്നൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും അതൊക്കെ കഴിക്കും. അങ്ങനെ ഷുഗർ പെട്ടെന്ന് കൺട്രോൾ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൊണ്ട് വരിക കേട്ടോ. ഇപ്പോൾ നിങ്ങളൊരു 3 ടേബിൾ സ്പൂൺ ഷുഗർ ആണ് ഇപ്പോൾ ടീയിൽ ആഡ് ചെയ്യുന്നെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഷുഗർ കട്ട് ചെയ്യരുത്, ഒരു 2 ആക്കുക, ദെൻ 1 ആക്കുക, ദെൻ 1/2 ആക്കുക, പിന്നെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെ ഒരു ഇൻ്റർവെൽ എടുത്ത് പതിയെ വേണം നമ്മൾ ഷുഗർ കട്ട് ചെയ്യാൻ. അതായത് നമുക്ക് ഓരോരുത്തരുടെ മനസ്സാണല്ലോ. ഇപ്പം എനിക്കത് കട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, ഞാൻ പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പ് ചെയ്തതാണ്. ചിലർക്ക് അങ്ങനെ പറ്റത്തില്ല. നമ്മളിപ്പോൾ ഈ സ്മോക്കിങ്ങിന് ഇത് ഡ്രിങ്ക്സിനൊക്കെ നമ്മൾ അഡിക്റ്റ് ആവത്തില്ലേ, അപ്പം നമുക്ക് പെട്ടെന്ന് ഇനി അങ്ങോട്ടില്ല, സ്മോക്കിംഗ് ഇല്ല എന്ന് പറയുമ്പോൾ ചിലർക്കൊന്നും അത് പറ്റത്തില്ല. അവർ നമ്മൾ ഡീഅഡിക്ഷൻ സെൻറ്ററിലൊക്കെ പോയി ഇങ്ങനെ മാറ്റിയെടുക്കുമല്ലോ. അതേപോലെ നമ്മളെ മാറ്റിയെടുത്തേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ആ ഒരു വെയിറ്റ് ലോസ് വേണം, നിങ്ങൾക്ക് അങ്ങനെ ഷേപ്പ് ആവണം എന്ന് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ തന്നെ അങ്ങ് കൺട്രോൾ ചെയ്ത് വരണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇപ്പം ഞാനങ്ങ് മനസ്സിൽ വിചാരിച്ചു, അതായത് ഇപ്പം ഈ ഒരു ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു ടൈം ഒരു 3 അല്ലെങ്കിൽ ഒരു 4 മന്ത്സ് ആ ഒരു ടൈമിനുള്ളിൽ എന്നെ ഈ ഇരിക്കുന്ന ഫാറ്റി ആയിട്ടിരിക്കുന്ന എന്നെ
ആ ഒരു ഷേപ്പായിട്ടുള്ള ഫാത്തിമ ആക്കിയെടുക്കണം. അത് ഞാൻ മനസ്സിൽ തീരുമാനിച്ചു. അന്ന് തൊട്ടാണ് എൻ്റെ വെയിറ്റ് ലോസ് ജേർണി. നമ്മളിപ്പോൾ എത്ര വർക്കൗട്ട് ചെയ്താലും വേറെ എന്തൊക്കെ ഡയറ്റ് എടുത്താലും ഈ ഷുഗർ കട്ട് ചെയ്യാൻ നമുക്കൊന്നും നടക്കില്ല. അങ്ങനെ നമ്മൾ മനസ്സിനെ പഠിപ്പിക്കണം. അതായത് ഇനി ഷുഗർ ഇല്ല, നമ്മളിങ്ങനെ ഡേറ്റ്സ് ഒന്നും കഴിക്കില്ല, മീൻസ് ചോക്ലേറ്റ് ഒന്നും കഴിക്കില്ല, ഐസ്ക്രീം കഴിക്കില്ല, നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നല്ല. നമുക്ക് ആദ്യത്തെ ഇത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്തോ, ആദ്യത്തെ ഒരു 1 വീക്ക് മാത്രമേ നമുക്ക് ഈ ഒരു ക്രേവിങ്സ് വരത്തുള്ളൂ. ആദ്യത്തെ ഒരു 1 വീക്ക് മാത്രം. ആ ഒരു 1 വീക്ക് എന്ന് പറയുന്നത് ഭയങ്കര ടഫാണ് നമ്മളെ സംബന്ധിച്ചുള്ളത്. നമുക്ക് എന്തോ നമുക്ക് ഉണ്ടായിരുന്ന ഒരു സാധനം ഇത് നമുക്കില്ല, ആ ഒരു വിഷമാണ് നമുക്ക് വരുന്നത്. അതായത് നമുക്ക് ഇത്ര നാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സാധനം, ഇപ്പം നമുക്ക് പറയാം ഒരു പേഴ്സൺ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, ഇനി അയാളില്ല എന്ന് പറയത്തില്ലേ, ആ ഒരു ഫീലിങ്സ് ആയിരിക്കും നമുക്ക് ഈ ഒരു ഷുഗർ കട്ട് ചെയ്യുമ്പോൾ ഉള്ള ഫീലിങ്സ്. അത് ഭയങ്കര വിഷമമാണ്. ഞാനൊക്കെ ആ ഷുഗർ കട്ട് ചെയ്യുമ്പോഴത്തെ ടൈമിലൊക്കെ ഭയങ്കര ഡിപ്രഷനിലേക്ക് വരുന്നു. അയ്യോ ഇല്ല, ഒരു ഷുഗർ പറ്റുന്നില്ല, ചോക്ലേറ്റ് ഇല്ല, ഐസ്ക്രീം ഇല്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ സാധനം ഇല്ല. അത് ഭയങ്കര വിഷമാട്ടോ. ആ ഒരു സ്റ്റേജ് ഒരു 1 വീക്കിലേക്കേ ഉള്ളൂ. ആ ഒരു 1 വീക്ക് നമ്മൾ ഓവർകം ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഗൈസ്, പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ നമ്മൾ ആ ഒരു ഇതുമായിട്ട്, അത് ഷുഗർ കട്ട് ചെയ്തതുമായിട്ട് യൂസ് ടു ആയിപ്പോക്കുള്ളൂ. പിന്നെ നമുക്ക് ഭയങ്കര സിമ്പിളാണ്. പിന്നെ നമുക്ക് ഷുഗർ, എനിക്ക് പിന്നെ ആ ചോക്ലേറ്റ് കഴിക്കാനോ ഐസ്ക്രീം കഴിക്കാനോ അങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ല. അതായത് ചോക്ലേറ്റ് കണ്ടാത്തോളം വേണമെങ്കിൽ ഒരു പീസ് കഴിക്കാം. അതായത് വെയിറ്റ് ലോസ് ഒക്കെ കഴിഞ്ഞ് എൻ്റെ ബോഡിയൊക്കെ ഷേപ്പായതിനു ശേഷമുള്ള കാര്യമായിട്ടോ പറയുന്നത്. ആ ഒരു ടൈമിൽ കഴിച്ചിട്ടില്ല. പിന്നീട് കാണുമ്പോൾ എനിക്ക് വേണം എന്നങ്ങനെ നിർബന്ധം. നേരത്തെ ഒരു അഡിക്ഷൻ ടൈപ്പ് ആയിരുന്നല്ലോ, ആ അഡിക്ഷനൊക്കെ മാറിയിട്ട് വേണോ അതിൽ നിർബന്ധിച്ചാണെങ്കിൽ ഒരു 1 പീസ് ഓക്കെ, ഒരു ഐസ്ക്രീം ഓക്കെ, വല്ലപ്പോഴും കൂടെ കഴിച്ചാൽ കഴിച്ചു. അല്ലാതെ എനിക്ക് ഈ ഐസ്ക്രീം കഴിക്കണമെന്നോ ചോക്ലേറ്റ് കഴിക്കണമെന്നോ ഒരു ടെൻഡൻസിയേ ഇല്ല. അത് കംപ്ലീറ്റ്ലി എനിക്ക് മാറി. ഞാൻ ഒരു 4 months കൊണ്ട് അതൊരു കംപ്ലീറ്റ്ലി എൻ്റെ ആ ഒരു അഡിക്ഷൻ മാറ്റിയെടുത്തു. അപ്പം നിങ്ങൾക്കും അങ്ങനെ പറ്റുമോ നോക്കാം. അത് പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു ഇത് പറ്റും എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടിയ, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മനസ്സിനെ പഠിപ്പിച്ച് എനിക്ക് വേണ്ട ഷുഗർ കട്ട് കൈക്കൊള്ളില്ല. നമുക്കറിയാം, അതായത് എല്ലാവർക്കും അറിയാം, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാം ഷുഗർ നല്ലതല്ല. ഷുഗർ കൊണ്ട് നമുക്ക് യാതൊരു ബെനിഫിറ്റും പോയിട്ടില്ല. നമ്മൾ കുറേ ലഡു കഴിച്ചെന്നോ ജിലേബി കഴിച്ചെന്നോ പറഞ്ഞാൽ നമുക്ക് ഒന്നുമില്ല, നമുക്ക് ബോഡിക്ക് ഒന്നുമില്ല. ഈ ഷുഗർ കഴിച്ചാൽ നമുക്ക് ഒന്നും കിട്ടാനില്ല. അത് നമുക്ക് കൊള്ളത്തില്ല, ബോഡിക്ക് നല്ലതല്ല എന്ന് അറിഞ്ഞിട്ടും നമ്മൾ വീണ്ടും കഴിക്കുവാണ്. അപ്പം ആ ഒരു ശീലമാണ് നമ്മളെ മാറ്റിയെടുക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു 4 months അല്ലെങ്കിൽ എത്രയാണോ നിങ്ങൾ ഒരു ടൈം നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗോൾ സെറ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മൾ ആദ്യമേ നമ്മുടെ ഒരു ഗോൾ സെറ്റ് ചെയ്യാം, ഒരു 3 months അല്ലെങ്കിൽ 5 months. അപ്പോൾ നമുക്ക് ഇപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ 4 months കൊണ്ട് 17 kg റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു 4 months പറ്റില്ലായിരിക്കും. ഒരു 6 months അല്ലെങ്കിൽ 7 months എത്രയാണ് വാട്ട് എവർ ഇറ്റ് മേ ബി, നിങ്ങൾ ഒരു ടൈം ഫ്രെയിം സെറ്റ് ചെയ്യുക. ഇത്ര മാസം കൊണ്ട് ഞാൻ ഇത്ര വെയിറ്റ് കുറയ്ക്കും, ഓക്കെ, ആ ഒരു ഗോള് നിങ്ങൾ സെറ്റ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ഹാർഡ് വർക്ക് ചെയ്യാം. ഓരോ ദിവസവും നമ്മൾ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് കണ്ടുപിടിക്കും. ഇപ്പോൾ ഷുഗർ കഴിക്കാൻ പറ്റാത്ത നമ്മൾ വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല റോബസ്റ്റ് പഴം, ഓട്സ്, അതിൻ്റെ കൂടെ കുറച്ച് ഹണി, അതൊക്കെ ഇട്ട് ഞാൻ കഴിക്കാറുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഈ ഒരു ചോക്ലേറ്റിന് വാനില എസെൻസ് ഒക്കെ ഒഴിച്ച് കുറച്ച് ഹണിയൊക്കെ ഒഴിച്ച് അങ്ങനെയൊക്കെ കഴിക്കാറുണ്ട്. അതൊക്കെ ഒരു ഓൾട്ടർനേറ്റീവ് ആണ്. നമ്മൾ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവായിട്ട് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ആയിട്ട് സൊല്യൂഷൻ വേണമെങ്കിൽ എടുത്ത് പറയാം. ഞാൻ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്, ഇപ്പം എൻ്റെ നോട്ടില്ല, അത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തരാം കേട്ടോ. എന്തൊക്കെയാണ് നമുക്ക് ഇതിന് ഓൾട്ടർനേറ്റീവായിട്ട് കഴിക്കാൻ പറ്റുന്നുള്ളത് നോക്കിയിട്ട് വരാം. അപ്പോൾ സെക്കൻഡ് മേജർ തിങ് എന്ന് പറയുന്നത് ഡോണ്ട് ചീറ്റ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ തന്നെ ചീറ്റ് ചെയ്ത് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു 3 to 4 months ഒക്കെ ഡയറ്റിലേക്ക് പോയി. ഇപ്പോൾ 1 വീക്ക് നിങ്ങൾ കട്ടയ്ക്ക് ഡയറ്റ് എടുത്തത്, ഷുഗർ കട്ട് ചെയ്തു, ഐസ്ക്രീം ഇല്ല, ചോക്ലേറ്റ് ഇല്ല, ബേക്കറി ഐറ്റംസ് ഇല്ല, ഒന്നുമില്ല, കട്ടയ്ക്ക് 1 വീക്ക് ഡയറ്റ് എടുത്തു. പക്ഷേ 1 വീക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ക്രേവിങ്സ് വന്നു, ഒരു ചോക്ലേറ്റ് കഴിക്കാം, ഒരു മിഠായി കഴിക്കാം, ഒരു മിഠായി കഴിച്ചപ്പോൾ എന്ത് പറ്റാനല്ലേ, അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം കഴിക്കാം, ഒരു ഐസ്ക്രീം കഴിച്ചാലൊക്കെ എന്ത് പറ്റാനല്ലേ. അങ്ങനെ നിങ്ങൾ വിചാരിച്ചിട്ട് ഒരു ഐസ്ക്രീമോ ഒരു ചോക്ലേറ്റോ കഴിച്ചാൽ പിന്നെ നിങ്ങൾ അവിടെ നിൽക്കില്ല. ആ ഒരു 1 എന്നുള്ളത് 2 ആവും, 2 എന്നുള്ളത് 3 ആവും, 3 എന്നുള്ളത് 4 ആവും. പിന്നെ അതൊരു റെഗുലറായി പോകും. നിങ്ങളുടെ ഡയറ്റും പോവും, നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേർണിയും പോവും, എല്ലാം പോവും. അപ്പം നിങ്ങൾ നിങ്ങളെ തന്നെ ചീറ്റ് ചെയ്തിരിക്കണം. അപ്പം നിങ്ങളൊരു 4 months അല്ലെങ്കിൽ 6 months ഡയറ്റ് പോകുവാണെങ്കിൽ അത് സ്ട്രിക്റ്റ് ആയിട്ട് കണ്ടോ. നിങ്ങൾ നിങ്ങളെ തന്നെ ചീറ്റ് ചെയ്തു. നമ്മളെന്തിനാ ചീറ്റ് ചെയ്ത് നമ്മളെ തന്നെ?
അത് നമ്മുടെ ആവശ്യമാണ്. അതായത് ഈ ഒരു വെയിറ്റ് ലോസ് ചെയ്യേണ്ട നമ്മുടെ ആവശ്യമാണ്, വേറെ ആരുടെ ആവശ്യമില്ല. അത് നമ്മൾ സ്ട്രിക്റ്റായിട്ട് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്ത് ആ ഒരു വെയിറ്റ് ലോസ് സ്റ്റഡി കൊണ്ടുപോകണം. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഇതേപോലെ ചെറിയ ചെറിയ സാധനമാണെങ്കിലും ഇത് കുഴപ്പമില്ല, ഒരു ചോക്ലേറ്റ് അല്ലേ, ഒരു ഐസ്ക്രീം അല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങും. പിന്നീട് നമ്മൾ ഈ ഒരു അഡിക്ഷനിൽ നിന്ന് നമ്മൾ മാറ്റിക്കൊണ്ട് വരുന്ന ജേണിയാണ്. അതായത് ഡി അഡിക്ഷനിലേക്ക് ആക്കി വരുന്ന ഒരു ജേണിയിൽ നമ്മൾ വീണ്ടും ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ആ ഒരു അഡിക്ഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം സിഗരറ്റ് യൂസ് ചെയ്യുന്ന ആള് വിചാരിക്കുക ഇനി ഞാൻ സിഗരറ്റ് യൂസ് ചെയ്യുന്നേ ഇല്ല, ഞാൻ സ്റ്റോപ്പ് ചെയ്യുക പറഞ്ഞ് ഡിസൈഡ് ചെയ്തു. ആദ്യത്തെ ഒരു 1 വീക്ക് ഇല്ല, പിന്നെ ആ 1 വീക്കിന് ശേഷം ആളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. വീണ്ടും ഒരെണ്ണമല്ലേ ഉള്ളൂ, ഒരു സിഗരറ്റ് വലിക്കാന്ന് പറഞ്ഞാൽ സിഗരറ്റ് വലിച്ചെന്ന് വിചാരിക്കും. പിന്നെ ആ ഒന്നിൽ നിൽക്കുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ആ ഒന്നിൽ മാത്രം സ്റ്റോപ്പ് ചെയ്ത് പിന്നെ ഒരു ഇൻറ്റൻഷൻ വരുമോ, വലിക്കണം എന്നുള്ളൊരു ഇൻറ്റൻഷൻ വരാതിരിക്കുമോ? വരും, ഒബ്വിയസ്ലി വരും. പിന്നെ നമ്മൾ ആ മാറ്റിക്കൊണ്ട് വന്നൊരു ഹാബിറ്റ് ഇല്ല. അതായത് നമ്മൾ ആ വേണ്ടാന്ന് വെച്ചൊരു സാധനം നമ്മൾ വീണ്ടും അത് യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ വീണ്ടും ആ ബാക്ക് ടു ഹാബിറ്റ്, വീണ്ടും ആ ഒരു അഡിക്ഷനിലേക്ക് നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ആ ഒരു അഡിക്ഷനിലേക്ക് വീണ്ടും ബ്രെയിൻ വീണ്ടും സിഗ്നൽ തരും. നമ്മൾ ഒരെണ്ണം യൂസ് ചെയ്തു, അതായത് അല്ലെങ്കിൽ ഒരെണ്ണം ചോക്ലേറ്റ് കഴിച്ചു, ഒരു ഐസ്ക്രീം കഴിച്ചെങ്കിൽ വീണ്ടും നമ്മൾ ബ്രെയിൻ നെക്സ്റ്റ് ഡേ തന്നെ സിഗ്നൽ തരും, ഇത് കഴിക്കൂ, ഈ ഒരു ഷുഗർ കഴിക്കൂ, അത് കഴിക്കൂ, ഇത് കഴിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ വീണ്ടും സിഗ്നൽ തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഡോണ്ട് ചീറ്റ് യുവർ സെൽഫ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളൊരു വെയിറ്റ് ലോസ് ജേർണി എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ചീറ്റ് ചെയ്യരുത്. നമ്മൾ സ്ട്രിക്റ്റ് ആയ ഡിസിഷൻ, ഞാൻ ഇനി അത് ഷുഗർ കട്ട് ചെയ്തിരിക്കും എന്നുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ നിങ്ങൾ എടുക്കുക. അങ്ങനെയാണ് ഞാനും ഡിസിഷൻ എടുത്ത് ഈ ഒരു വെയിറ്റ് ലോസ് ജേർണി കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, ഇനി തേർഡ് തിങ് എന്ന് പറയുന്നത്, മേജർ എന്ന് പറയുന്നത്, നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് നിങ്ങൾ അനലൈസ് ചെയ്യുക. ഇപ്പോൾ ഷുഗർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 വീക്സ് അല്ല 3 വീക്സ് കൊണ്ട് ഏറ്റവും കൂടുതൽ ഡിഫറൻസ് വരുന്ന എവിടെയാണെന്നറിയോ? നമ്മുടെ ഫേസിലെ ഫാറ്റ് കുറയും. പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് വരും. നമ്മുടെ ഫേസൊക്കെ ഒന്ന് ഗ്ലോ വരും. നമുക്കിപ്പം അൺഈവൻ സ്കിൻ ടോൺ കണ്ടില്ല, ഇപ്പോൾ ഇവിടെ ഒരു കളർ, ഇവിടെ ഒരു കളർ, അങ്ങനെ അൺഈവൻ സ്കിൻ ടോൺസ് വരുമല്ലോ, അതൊക്കെ ഈവൻ സ്കിൻ ടോണിലേക്ക് മാറും. നമ്മുടെ ഫേസിലാണ് ഏറ്റവും കൂടുതൽ ഡിഫറൻസ് നമുക്ക് ഫീൽ. ഇപ്പം ഞാനൊക്കെ ആ ഒരു വെയിറ്റ് ലോസ് ചെയ്ത സമയത്ത് ഒരു 2-3 വീക്സ് ഒക്കെ കഴിഞ്ഞപ്പം ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി, എന്താണ് ചെയ്യുന്നത്, ഫേസൊക്കെ ഒരുപാട് മാറിപ്പോയല്ലോ, ഡിഫറൻസ് തോന്നുന്നുണ്ടല്ലോ, ഫാറ്റൊക്കെ കുറഞ്ഞപ്പോൾ ഫേസ് ഡബിൾ ചിന്നൊക്കെ ഉള്ളത് മാറിപ്പോയി, അല്ല എന്താണ് ഒരു ഷേപ്പിലേക്ക് ഫേസൊക്കെ. നമ്മുടെ ഫാറ്റ് കുറയുമ്പോൾ തന്നെ ഇല്ലേ നമുക്ക് പെട്ടെന്ന് ഡിഫറൻസ് അറിയാൻ പറ്റും. ഇപ്പം നമുക്ക് ഒരു രസത്തിൽ വരും നമ്മുടെ ഫേസൊക്കെ. അപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിൽ അത് റിഫ്ലക്റ്റ് ചെയ്യാൻ തോന്നും. ബോഡിയിൽ റിഫ്ലക്റ്റ് ചെയ്ത് നമ്മൾ ആ ഒരു ജേണിയിലേക്ക് പിന്നെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് അനലൈസ് ചെയ്യുക. അതായത് ഒരു 1 മന്തിന് ഇപ്പം നമ്മൾ വെയിറ്റ് എടുത്ത് വയ്ക്കുക. അപ്പോൾ ഇപ്പം നമ്മളൊരു 70 kg ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. റെഗുലറായിട്ട് ഞാൻ ചെക്ക് ചെയ്യുമായിരുന്നു, എനിക്ക് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടോ, എനിക്ക് റിസൾട്ട് ഉണ്ടോ. അതായത് ഈ വെയിറ്റ് ലോസ് കഴിഞ്ഞിട്ട് ഇന്ന് വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്ത് നാളെ പോയി നോക്കാനല്ല കേട്ടോ പറയുന്നത്. അതായത് 2 വീക്സോ 3 വീക്സോ ടൈം കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ വർക്കൗട്ടും കൂടെ ചെയ്തു കേട്ടോ. എനിക്ക് റിസൾട്ട് കിട്ടിയത് ഇത് മാത്രമല്ലായിരുന്നു, ഡയറ്റ് മാത്രമല്ലായിരുന്നു, വർക്കൗട്ടും ഉണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഷേപ്പില്ല, ഡസ്റ്റൊക്കെ സാഗിയായിട്ട് കിടക്കുക, ബെല്ലി ഫാറ്റ് ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാനും ഫിറ്റ് ആകാനായിട്ട് ഞാൻ ജിമ്മിലും പോകുമായിരുന്നു. അപ്പം ഈ 2 കാര്യവും ഞാൻ എടുത്തപ്പോഴാട്ടോ പ്രോപ്പർ ഇതിലേക്ക് വന്നത്. അപ്പം നിങ്ങളും അതേപോലെ പ്രോപ്പറായിട്ട് നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് നിങ്ങൾ നോക്കുക. നിങ്ങൾ ഒരു 2-3 വീക്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഒരു വെയിറ്റ് ലോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടോ, അല്ലെങ്കിൽ റിസൾട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണ് അത് കറക്റ്റ് ചെയ്യേണ്ടത്. ചിലപ്പോൾ നിങ്ങൾ ഫുഡ് കഴിക്കുന്നതിൽ നമ്മളിപ്പം ഷുഗർ കട്ട് ചെയ്താലും വേറെ ജങ്ക് ഫുഡ്സോ ഒക്കെ കഴിക്കുന്നുണ്ടാവും. അപ്പോൾ അത് ചിലപ്പോൾ ഒന്ന് കൺട്രോൾ ചെയ്ത് നോക്കും. അപ്പോൾ നമ്മൾ പല ട്രാക്കിൽ നോക്കുക, നമുക്ക് എവിടെയാണ് കറക്ഷൻ വരേണ്ടത്. ഒരു 3 വീക്സ് കഴിഞ്ഞ് നിങ്ങൾ നോക്കിയോ ഷുഗർ കട്ട് ചെയ്ത് റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഷുഗർ ഐറ്റംസ് കഴിക്കുന്നുണ്ടോ അങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ 3 വീക്സ് കഴിഞ്ഞ് നമുക്ക് എന്തായാലും റിസൾട്ട്, നിങ്ങൾ ട്രസ്റ്റ് ചെയ്തോ, റിസൾട്ട് ഉണ്ടായിരിക്കും. ഞാനാ പറയുന്നത്, കാരണം എൻ്റെ ലൈവ് എക്സാമ്പിളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ അനലൈസ് ചെയ്യുക. അപ്പം 3 വീക്സ് കഴിഞ്ഞു, 1 മന്ത് കഴിഞ്ഞ്, 2 മന്ത് കഴിഞ്ഞ്, 3 മന്ത് കഴിഞ്ഞ്, 4 മന്ത്സ്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്തല്ലോ, അത് 4 മന്ത്സ് എന്നുള്ളത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ആ 4 മന്ത്സിനുള്ളിൽ നമ്മൾ 1 മന്ത്, 2 മന്ത്, 3 മന്ത്, 4 മന്ത് നമ്മൾ ആ ഒരു
നമ്മൾ ഗോളിലേക്ക് നമ്മൾ എത്തുക. അപ്പം നമ്മൾ ആ ഒരു ജേണിയാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ ഒരു ജേണിയാണ്. അതായത് നമ്മൾ എന്തായിരുന്നോ അതിൽ നിന്ന് നമുക്ക് എന്താണോ ആവേണ്ടതെന്നുള്ളതിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഓൺ ദി വേ നമ്മുടെ പ്രോഗ്രസ് ഇപ്പം നമുക്ക് ഒരു ടാർഗറ്റ് തന്നേക്കുവാണ്, ഇത്ര എമൗണ്ട് നമ്മൾ ചെയ്യണം എന്നൊക്കെ ടാർഗറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഓരോ ദിവസം അനലൈസ് ചെയ്യണം നമുക്ക് എവിടെ എത്തി. ഇപ്പം 100 ആണെങ്കിൽ 10ആയി, 20ആയി, 50ആയി, 60ആയി, 70ആയി, 80ആയി, 90ആയി, 100. നമുക്ക് ഒറ്റ അടിക്ക് 100ലേക്ക് എത്താൻ വേണ്ടി ഒരിക്കലും പറ്റത്തില്ല. അത് നമ്മൾ പ്രോഗ്രസ് ആണ്. നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ഹാർഡ് വർക്കാണ്. നമ്മൾ എഫേർട്ട് ഇട്ടുകൊണ്ടേയിരിക്കുക. അതായത് എല്ലാ ദിവസവും നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ എന്താണോ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. എല്ലാ കാര്യത്തിലും അങ്ങനെ. ഇത് നമ്മൾ വെയിറ്റ് ലോസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ വർക്കിന് നമുക്ക് ടാർഗറ്റ് ഉണ്ടെങ്കിലും എല്ലാ കാര്യത്തിലും അങ്ങനെ. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ എഫേർട്ട് ഇട്ട് അത് നമ്മൾ അച്ചീവ് ചെയ്യണം. നമുക്കൊരു ഗോളെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അത് അച്ചീവ് ആവാൻ പറ്റിയിരിക്കും. ഭയങ്കര ഒരു കാര്യമാണത്. നമ്മുടെ ഹാർഡ് വർക്ക് അത് നമ്മൾ 100% അതിൽ നമ്മൾ ഉഴപ്പ് കാണിക്കരുത്. അതായത് നമ്മളൊരു 100% ഹാർഡ് വർക്ക് ഉള്ളത് 50% അല്ലെങ്കിൽ 60% എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ റിസൾട്ടേക്ക് എത്തത്. 100% ഹാർഡ് വർക്ക്. നിങ്ങൾ ഇന്ന് തീരുമാനിക്കുകയാണ്, നാളെ തൊട്ട് ഞാൻ ഷുഗർ കട്ട്. ഇനി പറ്റുന്നവർക്കാണ് ഞാൻ പറയുന്നത്, എല്ലാവർക്കും പറ്റത്തില്ല. പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുക, നാളെ തൊട്ട് ഞാൻ ഷുഗർ കട്ട് ചെയ്യണം. ഇനി ഒരു 4 മന്ത്സിലേക്ക് ഞാൻ ഇനി ഷുഗർ യൂസ് ചെയ്യുന്നേ ഇല്ല. അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കുക. എന്തൊക്കെ സംഭവിച്ചാലും. ഇപ്പം ആരൊക്കെ ഓഫീസിൽ വന്നിട്ട് ലഡു ജിലേബിയൊക്കെ തന്ന് ഐസ്ക്രീമൊക്കെ തന്ന് നമ്മളെ കഴിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കില്ല, നമുക്ക് വേണ്ട, ഇപ്പം വേണ്ട. അപ്പോൾ അവിടുത്തെ പറയാം, ഇപ്പം ഞാനൊരു ഷുഗർ ഡയറ്റിലാണ്, നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്, ഇപ്പം എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അത് മാറ്റി. അപ്പോൾ അവർക്ക് പറഞ്ഞാലും മനസ്സിലായി. ഇപ്പം എല്ലാവർക്കും ഷുഗർ നോർമലി എല്ലാവരും ഇപ്പോൾ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ ഓപ്പോസിറ്റുള്ള ആൾക്ക് നമ്മൾ പറഞ്ഞാലും മനസ്സിലാവും, ഓക്കെ ആ കുട്ടിക്ക് വേണ്ടാത്തതുകൊണ്ട് ഷുഗർ കട്ട് ചെയ്ത് കുട്ടി ഡയറ്റ് അങ്ങ് ഫോളോ ചെയ്യട്ടെ, നല്ലതല്ലേ എന്ന് പറഞ്ഞാൽ ആളങ്ങനെ തോന്നുന്നു. നമ്മൾ അത് ചെയ്യും, നീ ഇത് കഴിച്ചേ മതിയാവുന്നൊന്നും ഇപ്പോൾ ആരും പറയത്തില്ല, ആരും ഇപ്പം നമ്മൾ ഫോഴ്സ് ചെയ്യത്തില്ല. കാരണം ഇതൊക്കെ ഇപ്പം എല്ലാവരും ഷുഗർ കട്ടൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ആരും അത് കട്ട് ചെയ്യണം എന്നൊന്നും ആരും ഫോഴ്സ് ചെയ്യാറില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കട്ടെ. ഫസ്റ്റ് നിങ്ങൾക്ക് എന്താണോ വേണ്ടതെന്നുള്ളത് ഒരു ഗോള് സെറ്റ് ചെയ്യുക. അതായത് ഇത്ര മന്ത്സ് കൊണ്ട് ഇത്ര വെയിറ്റ് ലോസ് എനിക്കാവണം, ഈ ഒരു രീതിയിലേക്ക് എനിക്ക് എത്തണം. ഓക്കെ, ഫസ്റ്റ്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, ഡോണ്ട് ചീറ്റ് യുവർ സെൽഫ്. നിങ്ങളെ ചീറ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ആ ഒരു 4 മന്ത്സിലെ വെയിറ്റ് ലോസ് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ 4 മന്ത്സും നിങ്ങളെ ചീറ്റ് ചെയ്യല്. നിങ്ങൾ ആ ഒരു 4 മന്ത്സും കറക്റ്റായിട്ട് സ്ട്രിക്റ്റായിട്ട് നിങ്ങളുടെ ആ ഒരു ഡയറ്റ് പ്ലാൻ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്തിരിക്കും. ഓക്കെ, ദെൻ ലാസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് വൺ, അനലൈസ് യുവർ പ്രോഗ്രസ്. നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്ന പ്രോഗ്രസ് അല്ലെങ്കിൽ എന്താണോ അച്ചീവ്മെൻറ്റ്, അത് നിങ്ങൾ റെഗുലറായിട്ട് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എവിടെയാണോ കറക്ഷൻ വേണ്ടത്, ഇപ്പം നിങ്ങൾക്ക് ഒരു 1 മന്ത് കഴിഞ്ഞു, 2 മന്ത്സ് കഴിഞ്ഞ്, നമുക്ക് 1 മന്ത് എന്തായാലും വരില്ല, അല്ലെങ്കിൽ ഒരു 1 മന്തായിട്ട് നിങ്ങൾക്ക് ഒരു ചേഞ്ചും വരുന്നില്ല, ഫേസിൽ ചേഞ്ച് വരുന്നില്ല, ബോഡിയിലും ചേഞ്ച് വരുന്നില്ല, അങ്ങനെ ചേഞ്ച് വരുന്നില്ലെങ്കിൽ ദെൻ യു നീഡ് സം കറക്ഷൻ സംവെയർ. അതായത് എവിടെയോ നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾക്കൊരു കറക്ഷൻ വേണം. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എവിടെയാണോ നിങ്ങൾക്ക് കറക്ഷൻ ചേഞ്ച് ചെയ്ത് നോക്കുക. എവിടെയാണ് ഡയറ്റിൻ്റെ കാര്യത്തിലാണോ, വർക്കൗട്ട് ഡയറ്റിൻ്റെ കാര്യത്തിലാണ്, എവിടെയാണ്, എന്തിൻ്റെ ഫുഡിൻ്റെ കാര്യത്തിലാണെന്നുള്ളത് നിങ്ങൾ ഓരോ ദിവസം ചെക്ക് ചെയ്യുക കേട്ടോ. അതായത് ഓരോന്ന് മാറ്റി നോക്കുക. എവിടെ എന്തൊക്കെ ചേഞ്ച് വരുത്തിയാൽ നമുക്ക് പറ്റും എന്നുള്ളത് ചേഞ്ച് ചെയ്യുക. എവിടെയെങ്കിലും ഒരു കറക്ഷൻ നമുക്ക് വേണ്ടി വരും. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല, നിങ്ങളൊരു കറക്ഷൻ എവിടെയെങ്കിലും മേജർ കറക്ഷൻ ഉണ്ടാവും. അവിടെ നമ്മൾ കറക്റ്റ് ചെയ്യുക, അനലൈസ് ചെയ്യുക, നിങ്ങളുടെ ഗോളിലേക്ക് എത്തുക. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് ഞാൻ ഗ്യാരണ്ടി പറയുക കേട്ടോ. ഒരു 4 മന്ത്സ് അല്ലെങ്കിൽ 3 months to 4 months ആട്ടോ ഒരു ടൈം. നമുക്ക് ഇമ്മീഡിയറ്റ്ലി 1 or 2 months കൊണ്ട് പെട്ടെന്ന് അങ്ങ് കുറയ്ക്കണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ പട്ടിണി കിടക്കേണ്ടേക്ക് വരുമായിരിക്കും. അങ്ങനെ കുറച്ചിട്ട് കാര്യമില്ല. നമ്മൾ പെട്ടെന്ന് കുറയ്ക്കരുത്. ഒരു 3 or 4 months ടൈം എടുത്തു കൊടുക്കുക. നമ്മൾ എന്തിനാണ് പെട്ടെന്ന് കുറയ്ക്കുന്നത്? 3 or 4 months ടൈം കൊടുക്കുക. ടൈം കൊടുത്ത് പതിയെ നമുക്ക് ഉള്ള കാര്യം, നമുക്കൊരു ഹാബിറ്റ് ഉണ്ട്, അത് നമുക്ക് പെട്ടെന്ന് അങ്ങ് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ കുറയ്ക്കുക, അത് മാറ്റിയെടുക്കുക. നമുക്കിപ്പം കുറേ പന്ന ഹാബിറ്റ് ഉണ്ടായിരിക്കും, നല്ലതുണ്ടായിരിക്കും, ഗുഡ് ഓർ ബാഡ് ഉണ്ടായിരിക്കും. നമുക്ക് എല്ലാവർക്കും മനുഷ്യന്മാരുടെ ഗുഡ് ബാഡ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ബാഡ് ഹാബിറ്റ്സ് നമുക്ക് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റില്ല. പതിയെ ടൈം കൊടുത്ത് നമ്മളത് മാറ്റിയെടുക്കണം. അപ്പോൾ ടൈം കൊടുക്കുക. ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ടൈം കൊടുത്ത് വേണം നമ്മൾ ഇതൊന്ന് മാറ്റിയെടുത്ത് നമ്മുടെ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആണെങ്കിൽ
നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും ഷെയർ ചെയ്യണം, യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ഓർ ഫാമിലീസ് ഓർ റിലേറ്റീവ്സ്. ആൻഡ് ഓൾസോ പ്ലീസ് ഡോണ്ട് forget to subscribe my channel. അപ്പോൾ ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കണ്ടന്റ് വീഡിയോസാണ് വേണ്ടെന്നുള്ളെങ്കിലും മെസ്സേജ് അയക്കാം കേട്ടോ, നമ്മളതനുസരിച്ച് കണ്ടന്റ് വീഡിയോസ് ഇടാം. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു ചെറിയൊരു ഷുഗർ വ്ളോഗ് ജേണി. അപ്പം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.